പ്രൊഫസർ എം കെ സാനുവിന് വിട നൽകാൻ നാട് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ എം പി രാജേഷ്, കെ രാജൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 5 മണിയോടെ രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അനിൽ ജോർജ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. അനിൽ, മലയാള സാഹിത്യ ലോകത്ത് മാത്രമല്ല സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഏറെ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ് മാഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന് ഏതു രീതിയിലാണ് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്? സ്വാതി, കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്ന ഒരു വലിയ പ്രതിഭയ്ക്കാണ് ആദരവ് നൽകുന്നത്, വിട നൽകുന്നത് മലയാള ഒന്നാകെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമുള്ളത് എറണാകുളം ടൗൺ ഹാളിലാണ്. രാവിലെ 11 മണിയോടുകൂടി ഇവിടെ പൊതുദർശനം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം രാഷ്ട്രീയ രംഗത്തെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും, മന്ത്രിസഭയിലെ അംഗങ്ങൾ അടക്കം, MLA മാർ, MP മാർ, കേന്ദ്രമന്ത്രിമാരൊക്കെ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഹൈക്കോടതി ജഡ്ജിമാരടക്കം അങ്ങനെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, ഒപ്പം എറണാകുളം നഗരത്തിൽ സാനുമാഷിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന, സാനുമാഷിനോടൊപ്പം ആയിരുന്ന അനേകം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. രാവിലെ 7 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അമൃത ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മാറ്റി. കാരക്കാമുറിയിലെ സന്ധ്യ എന്ന വീട്ടിലായിരുന്നു രാവിലെ പൊതുദർശനം ഉണ്ടായിരുന്നത്. അവിടെ അയൽവാസികളും അടുത്ത ബന്ധുക്കളും ഒപ്പം അദ്ദേഹത്തോട് എക്കാലവും ചേർന്ന് നിന്ന സാംസ്കാരിക രംഗത്തെ ആളുകളും അടക്കമുള്ളവർ അവിടെ എത്തുകയും ചെയ്തു. തുടർന്നാണ് ഇവിടെ പൊതുദർശനം ആരംഭിച്ചത്. മലയാളത്തിന് പകരം വെക്കാൻ കഴിയാത്ത സാഹിത്യ സംഭാവനകൾ നൽകിയ ആൾ, മലയാള ഭാഷയ്ക്ക് സംഭാവന നൽകിയ ആൾ, അങ്ങനെ കൈവച്ച എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ കൂടിയാണ് സാനുമാഷ്. വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അദ്ദേഹം ദീർഘകാലം പഠിപ്പിച്ചിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ കാലഘട്ടം മഹാരാജാസ് കോളേജിലെ അദ്ദേഹത്തിൻ്റെ അധ്യാപക എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടമായിരുന്നു. ആ സമയത്ത് വലിയ ഒരു ശിഷ്യ സമ്പത്ത് അദ്ദേഹം നേടിയെടുത്തു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പലരും ഇന്ന് കേരളത്തിൻ്റെ വിവിധ തലങ്ങളിൽ, ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ ആയിരിക്കുന്ന ആളുകളുണ്ട്. ഈ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവരടക്കമുള്ളവരുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിലെ ഒരു വലിയ ശിഷ്യ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ആ രീതിയിൽ ആർജിച്ചെടുത്ത ഒരു വലിയ ഇടപെടൽ, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും പരന്ന് വ്യാപിച്ച ഒരു ഇടപെടൽ കൂടി അദ്ദേഹം നടത്തിയിരുന്നു. രാഷ്ട്രീയ രംഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇടത് മനോഭാവത്തിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന ആളായിരുന്നു. പക്ഷേ അതൊന്നും ഒരു വേർതിരിവായിട്ടോ ഒരു വ്യത്യാസമായിട്ടോ ആരും കണക്കാക്കില്ല. എല്ലാ പക്ഷങ്ങളും അദ്ദേഹത്തിൻ്റെതായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തെ വേണമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ 99 വയസ്സ് എന്ന് പറയുന്ന ആ വാർദ്ധക്യത്തിൻ്റെ ആ അവസ്ഥയിൽ പോലും അദ്ദേഹം 27-ാം തീയതിയാണ് വീട്ടിൽ വീണതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നത്. അതിന് തലേ ദിവസം പോലും കൊച്ചിയുടെ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ഏതൊരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചാലും അദ്ദേഹം അത് ചെറുതെന്നോ വലുതെന്നോ ഒന്നും നോക്കാതെ ആ സമൂഹത്തോടൊപ്പമായിരിക്കുക എന്ന ആ കർത്തവ്യം നിർവഹിക്കാൻ ഉണ്ട് എന്ന പ്രഖ്യാപനത്തോടെ അദ്ദേഹം എത്തുമായിരുന്നു. 99-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള ഓർമ്മക്കുറവോ തട്ടലോ തടയലോ ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. ചെറിയ കുട്ടികൾ പോലും കേട്ടിരിക്കുന്ന രീതിയിൽ അദ്ദേഹം ആശയങ്ങൾ വിശദീകരിക്കുമായിരുന്നു. ഒപ്പം കേരളത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന നിരവധി പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് അദ്ദേഹം ഒരു തവണ പോലും പിന്നോട്ടു പോകുന്ന ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. ആവശ്യ നേരങ്ങളിൽ അദ്ദേഹം കൃത്യമായ പ്രതികരണം അത് ആ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ പോലും അദ്ദേഹം നൽകിയിരുന്നു. എറണാകുളം നഗരം വിട്ടുപോകാൻ കഴിയാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോഴും എറണാകുളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹം നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങിനെക്കുറിച്ച് എറണാകുളത്ത് ആർക്കും ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. അത് രാഷ്ട്രീയമാകട്ടെ, സാമൂഹികമാകട്ടെ, സാംസ്കാരികമാകട്ടെ, സിനിമയാകട്ടെ, അങ്ങനെ ഏതൊരു മേഖലയിലും അത് തന്നെയായിരുന്നു.
അത് കൊണ്ടുകൂടിയാണ് ഇന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയത്. രാഷ്ട്രീയ പ്രവർത്തകർ, അഭിഭാഷകർ, ജഡ്ജിമാർ, അധ്യാപകർ, അതുപോലെ മാധ്യമപ്രവർത്തകർ, അതുപോലെ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ, അങ്ങനെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡുകൾ അടക്കം പേരിനോട് ചേർത്ത് വെക്കാൻ അനവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ അതിനെല്ലാം മുമ്പിലും അദ്ദേഹം നയിച്ച ലാളിത്യം, അദ്ദേഹത്തിൻ്റെ ആ വിനയം നിറഞ്ഞ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം, കരുതലോടുകൂടിയുള്ള പെരുമാറ്റം, ഇതൊക്കെയാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തയായി ഉയരുകയും ചെയ്യുന്നത്. 1958 ആദ്യത്തെ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പോടുകൂടി ഇറങ്ങിയ ആദ്യത്തെ പുസ്തകം 1958 ഇങ്ങ് 97-ാമത്തെ വയസ്സിലും അദ്ദേഹം ആ പുസ്തക രചനയിൽ നിലനിന്നു. അതിൽ ശരി, അതുതന്നെയാണ് അനിൽ. കേരളത്തിന് പകരം വെക്കാനില്ലാത്ത ഒരു മഹാപ്രതിഭ തന്നെയാണ് ഇപ്പോൾ വിട വാങ്ങുന്നത് എന്നുള്ളതാണ്. പ്രൊഫസർ MK സാനുവിന് നാട് വിട നൽകുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 5 മണിയോടെ രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ.